30 വയസ്സിൽ 4 ഫിലിംസ്. അറ്റൻഷൻ പ്ലീസ്, ഫ്രീഡം ഫൈറ്റ്, രേഖ, ഇനിയിപ്പോൾ പാത്തല്ലേ. അതിൽ 3 IFFKയിൽ. കൺഗ്രാജുലേഷൻസ്. ഇപ്പോൾ പാത്ത് വലിയ തരംഗമായൊക്കെയാണ്. നമ്മുടെ 29th IFFKയിൽ 3 പ്രദർശനങ്ങൾ. അതിൽ ആദ്യത്തെ പ്രദർശനം തുടങ്ങി അവസാനത്തെ വരെ നിറഞ്ഞ സദസ്സ് എന്ന് പറഞ്ഞാൽ പോരാ അല്ലേ, തിയേറ്റർ നിറയെ കവിഞ്ഞുപോയി. സീറ്റൊക്കെ ഫുള്ളായിട്ടും തറയിലൊക്കെ ഇരുന്ന് നിറയെ ആളുകൾ കണ്ടു. എന്ത് തോന്നുന്നു? സന്തോഷമുള്ളത് ഭയങ്കരമായിട്ട്. ഒരു പടം ഫസ്റ്റ് IFFKയിൽ വരുന്ന സമയം അതിനെക്കുറിച്ചൊരു ഐഡിയ ഇല്ലാണ്ട് ആ തിയേറ്ററിൽ നിറഞ്ഞു കവിഞ്ഞ് ആൾക്കാരിയ്ക്കുക, സീറ്റുകളില്ലാണ്ട് പലർക്കും സ്റ്റെപ്പിലേക്ക് ഇരുന്ന് പടങ്ങൾ കാണാമെന്ന് പറയുന്നത് ഭയങ്കര സന്തോഷം തോന്നുന്ന കാര്യമാണ്. അങ്ങനെ റെസ്പോൺസ് കിട്ടണത് പിന്നെ IFFK ഓഡിയൻസിൻ്റെ സീരിയസ് ആയിട്ടുള്ള പടത്തിനെ കുറിച്ചുള്ള ഡിസ്കഷനും ക്വസ്റ്റ്യൻസും അവരുടെ അഭിപ്രായങ്ങളൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നാറുണ്ട്. പിന്നീട് അങ്ങോട്ടേക്ക് പടത്തിനെ വിലയിരുത്താറുണ്ട്. നമുക്കിനി വേറെ എന്തെങ്കിലുമൊക്കെ അതിൽ ചെയ്യാൻ വേണ്ടി പറ്റുമോ, എന്തെങ്കിലുമൊക്കെ ചെയ്യണോ, അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് യൂസ് ആവുന്ന കാര്യങ്ങൾ, എനിക്ക് ഭയങ്കര ഹെൽപ്പ് ചെയ്യണ കാര്യങ്ങൾ. സിനിമ ചർച്ച ചെയ്യുന്നത് വളരെ ശക്തമായിട്ടുള്ളൊരു പ്രമേയമാണ്. അതിൽ കൃത്യമായിട്ടുള്ളൊരു രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കേണ്ടതെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ എന്നിട്ടും സാധാരണ പ്രേക്ഷകരെ ഉൾപ്പെടെ ചിരിപ്പിക്കുന്ന ഒരു സിനിമയാണ്. ഒരു പരീക്ഷണ സിനിമയാണ്. പിന്നെ ഒരു ഡോക്യുമെൻ്ററി പോകുന്ന പോലെയൊക്കെയാണ് അത് പോകുന്നെങ്കിലും തുടക്കം തുടങ്ങി അവസാനം വരെ ഒട്ടും മടുപ്പിക്കാതെ എല്ലാവരും രസിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. ഇതെങ്ങനെ സാധ്യമായി? ഇതിപ്പം പടം ഒരു മോക്യുമെൻ്ററി സ്റ്റൈലായതുകൊണ്ട് ഇതിങ്ങനെ കുറച്ച് സെക്ഷനായിട്ട് ചെയ്യാമെന്ന് സ്ക്രിപ്റ്റിനുണ്ടായിരുന്നു. അയച്ച കുറച്ച് സെക്ഷൻ ഇതാണ് അവരുടെ ആൾക്കാർക്ക് ഉണ്ടാവുന്ന ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കുക ആ ഒരു സബ്ജക്റ്റിനായിട്ട്. രണ്ടാമത് ഇത് കുറച്ചൊരു ഹ്യൂമർപരമായിട്ട് ആ കാര്യങ്ങൾക്ക് പോവുക. പിന്നെ കുറച്ചൊരു പാട്ട്, കുറച്ച് ആൾക്കാർ പാടുന്ന പരിപാടി, പിന്നെ അതിലൊരു എൻ്റർടൈൻമെൻറ്റ് പരിപാടി എന്നുള്ള രീതിയിലാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ ആ കോമഡി പരിപാടി എന്നുള്ള രീതിയിൽ പ്ലാൻ ചെയ്തേക്കുന്നതൊക്കെ വർക്കായി ചെയ്തിരുന്നു. തിയേറ്ററിൽ ഇങ്ങനെ ഇത്രയും അതിൻ്റെ റെസ്പോൺസ് ഉണ്ടാകുമെന്ന് ഈ പരിപാടിയിലാണ് മനസ്സിലായത്. അല്ലാണ്ട് റെസ്പോൺസ് ഉണ്ടാവും, ചിരിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്നറിയാം, പക്ഷെ ഇത്രത്തോളം ഉണ്ടാവുമെന്ന് അറിയില്ലായിരുന്നു. അപ്പോൾ അത് അതേ പറഞ്ഞത്. ഇപ്പം പടം കണ്ടു കഴിഞ്ഞ് ഞാൻ അവളുടെ റെസ്പോൺസ് പരിപാടിയും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ വേറെയും കുറേ ആൾക്കാരെ എഴുതി വെക്കുകയും ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ഒരുപാട് ദൈർഘ്യം വേണ്ടല്ലോ, 1.5 മണിക്കൂർ 1-20 മിനിറ്റ് മതി എന്നുള്ളൊരു പ്ലാൻ ഉള്ളതുകൊണ്ടാണ് അത് ചെയ്യാതിരുന്നത്. അതൊക്കെ ചെയ്യായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. കുറച്ചും കൂടെ ആൾക്കാരുടെ റെസ്പോൺസ് പരിപാടിയും കാര്യങ്ങളൊക്കെ ഭയങ്കര സന്തോഷമാണ്. പിന്നെ ഈ സിനിമ ഇങ്ങനെ ഞാൻ 3 തവണ കണ്ടല്ലോ. 3 തവണയും കണ്ടപ്പോൾ ഇങ്ങനെ സിനിമ കാണുന്തോറും അതിൻ്റെ ആഴവും പരപ്പൊക്കെ ഇങ്ങനെ കൂടി വരുന്നതായിട്ടാണ് തോന്നുന്നത്. അതിൽ ഓരോ കാര്യങ്ങളും ഇങ്ങനെ ആലോചിക്കുമ്പോൾ ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു വെക്കുന്നുണ്ട് സിനിമയിൽ. അത് നമുക്കൊട്ടും അതിന് വേണ്ടി പറയുന്നതാണെന്ന് തോന്നില്ല. ഇപ്പോൾ പാട്ട് സഞ്ചരിക്കാത്ത വഴികളില്ല. നമ്മൾ നടന്ന വഴികളിലൊക്കെ പാട്ട് വീണ് കിടപ്പുണ്ട്. പിന്നെ പാട്ട് എന്ന് പറയുന്നത് എല്ലാ കാലത്തും മനുഷ്യൻ്റെ മനസ്സിനെ സ്വാധീനിക്കുന്ന ഒന്നാണ്. നമ്മുടെ പൂർവികരിൽ നിന്ന് ഇങ്ങനെ കൈമാറി കിട്ടിയ പാട്ട് ഉൾപ്പെടെയുള്ള മറ്റ് ഒരുപാട് കാര്യങ്ങൾ പൈതൃകമായിട്ട് നമുക്ക് കൈമാറി കിട്ടിയ പാട്ടുകളും എല്ലാവർക്കും സ്വന്തമാണ്. അപ്പോൾ അതൊക്കെ പലരും ഇങ്ങനെ കൈയടക്കി വെക്കുന്നത്. പാട്ട് എനിക്ക് തോന്നുന്ന ഒരു പ്രതീകമായിട്ടല്ലേ എടുത്തേക്കുന്നത്? ആണോ? പാട്ടൊരു പ്രതീകമാണോ? അങ്ങനെ ഡോഗ് നമ്മുടെ ഇതിൽ അഭിനയിച്ച മുരളി. അപ്പോൾ ഞാൻ മുരളീനെ എടുത്തു കഴിഞ്ഞ സമയത്ത് മുരളി ഒരു ഇന്ത്യൻ ബിരിയാണി, നാടൻ മുട്ടയാണ്. ഞാൻ ജസ്റ്റ് വെറുതെ ഇന്ത്യൻ ബിരിയാണി എന്നുള്ള പേരും എന്താണ് അതിൻ്റെ ഒറിജിൻസ് പരിപാടി കാര്യങ്ങൾ എന്നൊക്കെ ആലോചിച്ച സമയത്ത് നമ്മളിങ്ങനെ ഇന്ത്യയിലേക്ക് കുടിയേറി വന്ന ഒരു കൂട്ടത്തിൽ വന്നേക്കണതാണ്. ആ ഇന്ത്യൻ ബിരിയാണി എന്ന് പറഞ്ഞ ബ്രീഡ് പല സ്ഥലങ്ങളിലേക്ക് ട്രാവൽ ചെയ്ത് പല ഭാഗങ്ങളിലുണ്ടാകും. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. പിന്നീട് ആ സമയങ്ങളിലൊക്കെ DNA പരമായിട്ട് നമ്മുടെ ഒറിജിൻസ് തേടിയിട്ടുള്ള ആർട്ടിക്കിളും കാര്യങ്ങളൊക്കെ വായിക്കുന്ന സമയത്ത് അത് ആ ഒരു കാര്യം നേരത്തെ മുതൽ നമുക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് അറിയാം. നമ്മുടെ മതപരിപാടി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിലും നമ്മുടെ മൈൻഡിൻ്റെ ഉള്ളിൽ ആ സാധനമുണ്ട്. നമ്മളിങ്ങനെ വന്ന ആൾക്കാരാണ്, നമ്മളിങ്ങനെയാണ് അയക്കണം എന്നുള്ളതൊക്കെ. അപ്പോൾ ആ ഒരു സാധനത്തിൻ്റെ സിംബോളിക്കലി പാട്ട് എന്നുള്ള രീതിയിലേക്ക് കണക്ട് ചെയ്തതാണ്. അതങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം ആൾക്കാർക്ക് മനസ്സിലാവില്ല, ആൾക്കാരെ മനസ്സിലാപ്പിക്കാൻ മാത്രമുള്ള രീതിയിൽ സ്ക്രീൻ പ്ലേ എഴുതാൻ വേണ്ടിയിട്ട് എന്നെ കൊണ്ട് പറ്റില്ല. അതിന് കുറേ ടൈം പരിപാടിയും കാര്യങ്ങളുണ്ടായിരുന്നു. കുറച്ചും കൂടി സിമ്പിളായിട്ട് ആ കാര്യങ്ങൾ ഒരു പാട്ടിലൂടെ കണക്ട് ചെയ്ത് അങ്ങനെ ചെയ്യാം എന്നുള്ളതാണ്. ഒരു ആന്ത്രപ്പോളജി സൈഡ് എന്തായാലും കഥാപരമായിട്ടുണ്ട്. നമ്മളിങ്ങനെ ആധുനിക
സംസ്കാരത്തിലേക്ക് ഇങ്ങനെ വളർന്നു വന്ന ആധുനിക മനുഷ്യനായി കഴിഞ്ഞപ്പോൾ മനുഷ്യൻ കുറേ കൂടെ സ്വാർത്ഥരായി. എൻ്റെ നിൻ്റെ എന്നുള്ളതാണ് അല്ലേ, നമ്മുടെ എന്നുള്ളൊരു ഇത് വിട്ടുപോയി. അപ്പോൾ ഇത് നമ്മൾ സിനിമ തുടങ്ങുന്നത് തന്നെ ഇതെൻ്റെ പാട്ടാണ്, എൻ്റെ പാട്ടാണെന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് അത് നമ്മുടെ എന്നുള്ളത് അതിലേക്ക് നമ്മൾ തിരിച്ചു പോകണം എന്നുള്ളൊരു സന്ദേശം കൂടെ ഈ സിനിമയിലുണ്ട്. അങ്ങനെ സന്ദേശ പരിപാടിയും കാര്യങ്ങളും അങ്ങനെയൊന്നുമല്ല. ഇപ്പം കാണുന്നവർക്ക് എവിടെയെങ്കിലൊക്കെ ആയിട്ട് അങ്ങനെ തോന്നുകയാണെങ്കിൽ അത് ഭയങ്കരമായിട്ട് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നൊരു കാര്യമാണ്. തുടക്കത്തിലെ ആ സീൻ പരിപാടി എൻ്റെ എന്ന് പറയണത് അവിടെ ഒരു ബഹളപ്പരിപാടി കാര്യങ്ങളായിട്ടുള്ളൊരു സാധനം വേണം. നമ്മുടെ ടോട്ടൽ സബ്ജക്റ്റ് സംസാരിക്കുന്നതിൽ ചെറിയൊരു വശം ഉണ്ടെങ്കിൽ അങ്ങനെ മുന്നോട്ടേക്ക് പോകാം ആ സിനിമ എന്നുള്ള പ്ലാനായിരുന്നു. പിന്നെ നമ്മളെല്ലാവരും വിചാരിച്ച് വെച്ചേക്കണ പോലെ പല കാര്യങ്ങളും നമ്മുടെയാണെന്ന് വിചാരിക്കുന്നത് എല്ലാവരുടെയൊക്കെ തന്നെയാണ്. അതിനെക്കുറിച്ച് ഭയങ്കര ആധികാരികമായി പറയാൻ കൂടെ ആ കഥപരമായിട്ട് അതെനിക്ക് മാച്ച് ആയതുകൊണ്ടാണ് അങ്ങനെ എഴുതി. പിന്നെ ഇതിൽ വന്നു പോകുന്ന കഥാപാത്രങ്ങൾ, ഈ പാട്ടിനെ കുറിച്ച് പറയാനായിട്ട് വരുന്ന കഥാപാത്രങ്ങൾ എല്ലാവരും തന്നെ വ്യത്യസ്തതയുള്ള ആളുകളാണ്. അപ്പോൾ അവരിൽ ഓരോരുത്തരും പല മതങ്ങളുടെ ഭാഗമായിട്ട് വരുന്നവരുണ്ട്. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ, ഹിന്ദു കമ്മ്യൂണിറ്റിയുടെ, മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ. അതിൽ ഈ പാട്ടിനെ കുറിച്ച് കുറച്ചെങ്കിലും ഒരു സാധ്യതയുള്ള അഭിപ്രായം പറയുന്നത് ആ ഒരു മൗലവിയാണ്. എന്തുകൊണ്ട് മൗലവിനെ കൊണ്ട് അത് പറയും? അതെന്നോട് പടം കഴിഞ്ഞപ്പം ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ നിങ്ങൾ ബാക്കി 2 മതപരിപാടി കാര്യങ്ങൾ ഇങ്ങനെയാണെന്നുള്ള രീതിയിൽ അവരെയാണെന്നുള്ള അവകാശവാദം ഉന്നയിക്കുകയും അത് കഴിഞ്ഞ് 3ാമത് മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ ഒരു പുള്ളിക്കാരൻ അതങ്ങനെയല്ല എന്നുള്ള രീതിയിൽ ബ്രേക്ക് ചെയ്ത് സംസാരിക്കുകയും ചെയ്തു. അതെന്തുകൊണ്ട് എന്നുള്ള രീതിയിലാണ് ചോദിച്ചിരുന്നത്. കുറച്ചും കൂടെ ലോജിക്കലി സംസാരിക്കുന്നത് പുള്ളിക്കാരനാണ്. ഞാനും അതാണ് അവരോട് ചോദിച്ചത്. 2 പേരുടെ ഇങ്ങനെ കഴിഞ്ഞു, 3ാമത് ഞാൻ അങ്ങനെ ഒരു അതിൻ്റെ കോസ്റ്റ്യൂം പരിപാടിയും കാര്യങ്ങളും കാണിച്ചവരോട് ഒരാൾ വന്നിരിക്കുന്ന സമയത്ത് അദ്ദേഹവും അങ്ങനെ പറയുമെന്ന് നിങ്ങൾ വിചാരിച്ചത് കൊണ്ടാണ് ഞാനത് ബ്രേക്ക് ചെയ്തത് എന്ന് പറഞ്ഞു. ഓക്കെ, അതേ രീതിയിൽ പറഞ്ഞു. ഇതിൻ്റെ കാസ്റ്റിംഗ് വളരെ നന്നായിട്ടുണ്ട്. ഏറ്റവും ആപ്റ്റായിട്ടുള്ള കഥാപാത്രങ്ങൾ. ഇപ്പോൾ അതിലെ മെയിൻ ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുള്ള ഗൗതമിയും ആഷിക്കായാലും ബാക്കി ഓരോ കഥാപാത്രങ്ങൾ അതിൽ പ്രത്യേകമായിട്ട് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഞാനൊക്കെ അതിലൊരു ചെറിയ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എല്ലാവരോടും പറഞ്ഞത് ഞാനൊരു കുഞ്ഞ് ക്യാരക്ടർ ചെയ്ത സിനിമയാണെന്നാണ്. പക്ഷേ സിനിമ കാണുമ്പോഴാണിത് ചെറിയ ക്യാരക്ടറല്ല, ഒരു സീനിൽ വരുന്നുള്ളെങ്കിലും അതിലുള്ള എല്ലാവർക്കും മെയിൻ ക്യാരക്ടേഴ്സ് കഴിഞ്ഞാൽ ഒരേപോലത്തെ ഇമ്പോർട്ടൻസ് ഉള്ള ആളുകളാണ്. എങ്ങനെയാണ് ഇങ്ങനെ ഒരു മാജിക് ചെയ്യാൻ പറ്റിയത്? ഒരു ചെറിയ സീനിൽ വന്നു പോകുന്ന ആളുകളെ പ്രധാന കഥാപാത്രങ്ങളാക്കാൻ പറ്റുന്ന ഒരു മാജിക്. ഇതൊരു ഡോക്യുമെൻ്ററി സ്വഭാവമാണല്ലോ നമ്മുടെ പടത്തിന്. ഡോക്യുമെൻ്ററിയാണ് നമ്മുടെ പടം. എല്ലാവരെയും നമ്മളൊരു ഡോക്യുമെൻ്ററി ചെയ്യണ പോലെ അവരുടെ സ്ഥലത്ത് കംഫർട്ടായിട്ട് അവിടെ പോയിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്യണത്. അപ്പോൾ നമ്മളവരെ കാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കാസ്റ്റിൻ്റെ പ്രതാപേട്ടനായിരുന്നു അറിയാം. അപ്പം പ്രതാപേട്ടനോട് കൊടുത്ത ഇൻസ്ട്രക്ഷൻസും അതായിരുന്നു. സ്ക്രിപ്റ്റ് അയച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് ഇതിനാപ്റ്റായിട്ടുള്ള പല സ്ഥലങ്ങളിൽ നിന്നുള്ള കുറച്ച് യൂണിക്നെസ് തോന്നിപ്പിക്കുന്ന ആൾക്കാരെ വേണം എന്ന് പറഞ്ഞാൽ സ്ഥിരം നമ്മളൊരു ക്യാരക്ടർ എന്ന് പറയുമ്പോൾ അതിന് ഭയങ്കര ടൈപ്പ് കാസ്റ്റ് ആവാത്ത രീതിയിൽ ബ്രേക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ആൾക്കാരെ വേണം. അപ്പോൾ അതിന് പ്രധാനമായിട്ടും കുറേ ഓപ്ഷൻ പരിപാടി കാര്യങ്ങൾ തന്നു. അപ്പോൾ അതിൽ നിന്ന് നമ്മുടെ സ്ക്രിപ്റ്റ് പരിപാടി കാര്യങ്ങൾ കൊടുത്ത് നമുക്ക് ഓക്കെ ആവുന്ന ആൾക്കാരെയാണ്, ബെസ്റ്റായിട്ട് തോന്നിയ ആൾക്കാരെയാണ് സെലക്ട് ചെയ്തിരുന്നത്. അപ്പോൾ ടീച്ചറിൻ്റെയും അങ്ങനെ തന്നെയായിരുന്നു. ടീച്ചറിൻ്റെ ക്യാരക്ടർ പരിപാടി എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. ഉറപ്പായിട്ട് ആ ക്യാരക്ടർ ഭയങ്കരമായിട്ട് അതെൻ്റെ ആണെന്ന് പറയുന്ന സാധനത്തിൽ ഉറപ്പായിട്ട് ചിരി പരിപാടി കാര്യങ്ങൾ വരും എന്നുള്ളത് എനിക്ക് ഭയങ്കര ഉറപ്പുള്ള കാര്യമാണ്. അതൊക്കെ തിയേറ്ററിൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് റെസ്പോൺസ്, ഓരോ ആർട്ടിസ്റ്റിനെ എങ്ങനെ എടുത്തെടുത്ത് പറയുക എന്ന് പറയുന്നതൊക്കെ കാസ്റ്റിംഗ് ഡയറക്ടർ പുള്ളിക്കാരൻ്റെ ജോലിനെയും കൂടെ നമ്മൾ എടുത്ത് പറയേണ്ടതാണ്. ഭയങ്കര കാസ്റ്റിംഗ് ആയിരുന്നു. അതായത് സിനിമയിൽ ആരാണ് ഒരു കൊമേഡിയൻ പറയണില്ലേ, ആദ്യമായിട്ടാണ് ഇത് സിനിമ എടുത്ത ആൾക്കാർ ചിരിക്കണമെന്ന് പറഞ്ഞല്ല. നമ്മൾ വിചാരിക്കണില്ല ഇത് തിയേറ്ററിൽ കാണിക്കുന്ന സമയത്ത് ഇത്രയും വലിയ കോമഡി വർക്കൗട്ട് ആവുന്നുള്ളത്. എല്ലാം കൂടെ അങ്ങനെ വന്നപ്പോൾ അല്ലേ, പലരും പല അഭിപ്രായങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ അത് ഭയങ്കര ഒരു കോമഡി ആയിട്ട് ഫീൽ ചെയ്തു. എന്തായാലും ഈ ആളുകളൊക്കെ തന്നെ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയിട്ട് പലരും പലരോടും ഇങ്ങനെ ഒരു സിനിമ ഉണ്ട് പോയി കാണണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ കാണാൻ പറ്റാത്ത ആളുകൾക്ക് ഇനി ഇത് കാണാൻ എന്താ വഴി? ഇപ്പോൾ എവിടെയെങ്കിലൊക്കെ പരിപാടികളല്ലാണ്ട് എങ്ങനെ അവിടെ പിച്ച് ചെയ്യണം അതിനെക്കുറിച്ചുള്ള സംസാരങ്ങളൊക്കെ പ്രൊഡക്ഷനായിട്ട് നടക്കണതേ ഉള്ളൂ. കുറച്ചൊരു ഫെസ്റ്റിവൽ പരിപാടിയും കൂടി റൺ ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് എവിടെയെങ്കിലും പിച്ച് ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കണം. പിന്നെ ഒരു ഇൻഡിപെൻഡൻറ്റ് പരിപാടിയും ഒരു എക്സ്പെരിമെൻ്റൽ സ്വഭാവമുള്ള എത്രത്തോളം ആൾക്കാരിലേക്ക്
IFFK പോലുള്ള വേദികളിൽ സീരിയസ് ആയിട്ടുള്ള സിനിമാക്കാരായതുകൊണ്ടാണ് നമുക്ക് ഇത്ര സ്വീകാര്യത കിട്ടുന്നത്. പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇത്രയും കിട്ടണമെന്നില്ല. അപ്പോൾ എന്നാലൊരു OTT പരിപാടിയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നതിനെക്കുറിച്ച് പ്രൊഡക്ഷനായിട്ട് സംസാരിച്ച് വരുന്നതേ ഉള്ളൂ. അതാവുന്നതില്ല, നോക്കാറുണ്ട്. പിന്നെ എൻ്റെ മ്യൂസിക് എടുത്തു പറയണ്ടാണ്. ആദ്യം തുടങ്ങിയ അവസാനം വരെ സിനിമയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ട് നിൽക്കുന്നത് എൻ്റെ BGM മ്യൂസിക്കൊക്കെ തന്നെ. അതിനെക്കുറിച്ചൊന്ന് പറയാം. നിലനാണ് മ്യൂസിക് ഡയറക്ടർ. നിലനാണ് എൻ്റെ രേഖയുടെ മ്യൂസിക് ഡയറക്ടർ. കൂട്ടുകാരനാണ്, എല്ലാവരും കൂട്ടുകാരാണ്. എൻ്റെ കൂടെയുള്ള ആൾക്കാരാണ്. കുറിച്ചാലും ഒക്കെ റെഡി എന്ന് പറയുന്ന ആൾക്കാരാണ്. അതേപോലെ തന്നെ ഇതിന് ഭയങ്കരമായിട്ട് സൗണ്ട് പരിപാടിയിൽ ഭയങ്കരമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ചേട്ടനാണ് സൗണ്ട്, പയസാണ് ചെയ്തേക്കണം. അപ്പോൾ അവരുടെ ഒരു സൈഡ് പരിപാടിയാണ്. ഞാൻ എൻ്റെ ഫ്ലാറ്റിൽ തന്നെയാണ് ഞാനിത് ഷൂട്ട് ചെയ്തേക്കുന്നത്. ഞാൻ താമസിക്കുന്നത് എല്ലാവരെയും വിളിച്ച് അവരുടെ രണ്ടുപേരുടെയും പോർഷൻസ് ഒക്കെ അതൊക്കെ അവർ ട്രീറ്റ് ചെയ്തേക്കുന്ന രീതിയൊക്കെ ഭയങ്കര രസമായിട്ടാണ്. എനിക്ക് തന്നെ ആവും, ഞാൻ വേറെ എവിടെയാണല്ലോ താമസിച്ചുകൊണ്ടിരുന്നത് എന്നൊക്കെ തോന്നിപ്പിക്കുന്ന രീതിയിൽ ഭയങ്കര രസമായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. സൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് ഭയങ്കര, ഞാൻ പറഞ്ഞാൽ എല്ലാവരും ഭയങ്കരമായിട്ട് നമ്മുടെ കൂടെ നിന്നുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ വളരെ ചെറിയൊരു പടം നമുക്കിങ്ങനെ ആക്കിയെടുക്കാൻ വേണ്ടി പറ്റിയത്. എല്ലാവരുടെയും ബെസ്റ്റ് പരിപാടി അതുണ്ടായിരുന്നു അതിനകത്ത്. ഞാനൊക്കെ ഇപ്പോൾ ഒരു ഹാഫ് ഡേ അല്ലേ ഉണ്ടായുള്ളൂ. എന്നാലും ആ ഒരു സമയത്തിൽ നമുക്ക് ഫീൽ ചെയ്ത ഒരു കാര്യം വളരെ സ്വതന്ത്രമായിട്ട് നല്ല ഫ്രണ്ട്ലി ആയിട്ട്, നിങ്ങളാണെങ്കിൽ ഒരു ചെറുപ്പക്കാരുടെ ഒരു കൂട്ടം എല്ലാവരും വർക്ക് ചെയ്യുന്ന എല്ലാവരും. അപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലൊരു വൈബ് ഉണ്ടായല്ലേ. അതുകൊണ്ടാണെന്ന് തോന്നുന്നത്. അപ്പോൾ ഞങ്ങൾക്കാണെങ്കിലും പഠിക്കാൻ ഇഷ്ടം പോലെ ആ പാട്ട് പഠിച്ച് പാടുക എന്ന് പറഞ്ഞിട്ട് പാടുള്ള കാര്യമാണ്. അപ്പോൾ അതൊക്കെ ചെയ്യാനായിട്ടുള്ളൊരു സമയവും സ്വാതന്ത്ര്യവും പിന്നെ നമുക്ക് മനോധർമ്മം പോലെ പറയാനുള്ളൊരു സ്വാതന്ത്ര്യം ഒക്കെ തന്നതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ആ ഒരു സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ടാവും തോന്നുന്നു. അതിൽ ചില പോർഷൻ പരിപാടിയിൽ നമുക്ക് ആൾക്കാരുടെ വർക്ക് കൈ വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടെ എന്തെങ്കിലും വേണമെന്ന് തോന്നും. എന്ന രീതിയിൽ സംസാരിക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ സംസാരിച്ചത് ഭയങ്കര രസമാക്കാണ്. ടീച്ചറിൻ്റെ ലാസ്റ്റ് നമ്മൾ പറഞ്ഞു നമ്മൾ ടൂർ പോകുമ്പോഴായിരിക്കല്ലോ ഇവിടേക്ക് നമ്മുടെ ടീച്ചർ കഴിയുന്നിട്ട കാര്യമാണ്. പക്ഷെ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്കത് ഭയങ്കര രസമായിട്ട് തോന്നി ആ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ പറയുന്ന പോലെ നമ്മളെല്ലാവരും ഫ്രണ്ട്സ് ആയതുകൊണ്ടും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നതുകൊണ്ടും നമ്മൾ സംസാരിക്കുന്ന ഒരു പരിധിയിൽ മുകളിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡയറക്ടറാണേലും ആരാണേലും തിരിച്ച് കളിയാക്കി നിർത്തിയിരുത്തുന്ന പോലെ കൂടെ നിൽക്കുന്ന ടീമാണ് നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ അവിടെ ഭയങ്കരമായ കൗണ്ടറുകളും ഇന്ന സാധനങ്ങൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ രസമായിരിക്കും എന്നുള്ള ചർച്ചകളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അത് ഭയങ്കരമായിട്ട് ഗുണം ചെയ്യുന്നുണ്ട് ഒരു സിനിമ ടീമിനെ സംബന്ധിച്ചിടത്തോളം. പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചവർ ഏറ്റവും നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതിലൊരു ലിപ് ലോക്ക് സീൻ വരുന്നുണ്ടല്ലോ. അപ്പം അതിൻ്റെ ഇടയിൽ കണ്ണിൽ കരട് പോയി എന്ന് പറഞ്ഞിട്ട് ഗൗതമി അവിടെ നിന്ന് എഴുന്നേറ്റ് മാറുന്നുണ്ട്. അപ്പോൾ പലർക്കും പലതരത്തിൽ വായിച്ചെടുക്കാം. എനിക്കപ്പോൾ തോന്നിയത് എന്താണെന്ന് വെച്ചാൽ ഈ പാട്ട് അപ്പോഴും അതിൻ്റെ ഒറിജിൻ എന്താണെന്ന് അറിയാനുള്ളൊരു സംഭവം ഒരു കരടായിട്ട് ഇങ്ങനെ കിടക്കുന്നതുകൊണ്ടാണോ അതിൻ്റെ ഇടയിൽ അങ്ങനെ ഒരു ചിന്ത അതുകൊണ്ടാണ് എന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. പക്ഷെ സാധനങ്ങൾ അവരുടെ മൈൻഡിൽ ഭയങ്കരമായിട്ട് ട്രാവൽ ചെയ്യണതായിട്ടും നേരത്തെയുള്ള സീനുകളിലൊക്കെ കാണിച്ചില്ല. ആ കാര്യത്തിൽ ഭയങ്കരമായിട്ട് മുന്നോട്ടേക്ക് പോകണമെന്ന് പറയണം, ഇത് അന്വേഷിക്കണം എന്ന് പറയണതും ആ ക്യാരക്ടറാണ്. അനുപമ എന്നുള്ള ക്യാരക്ടറാണ്. അത് ഏറ്റവും കൂടുതൽ തലയിലിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ക്യാരക്ടറാണ്. ഉണ്ണിയുടെ ക്യാരക്ടർ, ആഷിക്ക് ചെയ്തേക്കുന്ന ക്യാരക്ടർ കൂടെ നിൽക്കുക എന്നുള്ള രീതിയിലൊരു ന്യൂട്രൽ പരിപാടിയാണ്. ഇതിൽ നിന്ന് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ഉണ്ടാവുകയാണെങ്കിൽ അത് വെച്ചിട്ട് മുന്നോട്ടേക്ക് പോകുക എന്നുള്ളത്. പിന്നെ ആ സീൻ പരിപാടി ഒരു സ്റ്റേജിൽ അത് നിർത്തണം. ഞരമ്പിലക്കണ്ടം സീൻ കഴിഞ്ഞിട്ട് ഈ സീനിലേക്ക് വരുന്ന സമയത്ത് കുറച്ചത് ഉണ്ടാവാൻ വേണ്ടി പാടും. കാരണം ഇതെന്തിനാണ് ഇപ്പോഴും ചില ആൾക്കാർക്ക് അത് ഒരു ജമ്പ് പോലെ അവിടെ വേണമെങ്കിൽ ഫീൽ ചെയ്യാം. അപ്പോൾ അവിടെ റീവർക്ക് ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കേണ്ടത്. ആ സമയത്ത് അത് കുറച്ച് അധികം മുന്നോട്ടേക്ക് പോകാതെ അത് നിർത്താൻ വേണ്ടിയിട്ട് അപ്പോൾ എങ്ങനെ ആ പ്ലേ പരിപാടി പിടിക്കാം എന്നുള്ള രീതിയിലാണ് ഈ കരട് പോകുന്ന കാര്യങ്ങൾ സംസാരിച്ചത്. ഈ പറഞ്ഞത് ഒരു കാര്യം കറക്റ്റാണ്. അവൾ ഭയങ്കര ഡിസ്റ്റേബായിരിക്കുന്നത് കൊണ്ട് മാത്രമാണ് ആ പരിപാടി ബ്രേക്ക് ചെയ്യണം എന്ന് വിചാരിച്ചത്. പിന്നെ ഈ ടീച്ചർ പറഞ്ഞ പോലെ അങ്ങനെ കരട് പരിപാടി കാര്യങ്ങൾ എന്ന രീതിയിൽ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ ഈ സിനിമ ഇനി ഒരുപാട് ഫെസ്റ്റിവലിലൊക്കെ പോവുമായിരിക്കും. അയച്ചിട്ടുണ്ടല്ലേ ഫെസ്റ്റിവലിന് പോയിട്ടുള്ളത്? പുറത്തുള്ള കുറച്ച് ഫെസ്റ്റിവൽസിന് പോയിട്ടുണ്ട്, ഇവിടെ ഉള്ളതിനും അയച്ചിട്ടുണ്ട്. ഏതാണ് എക്സാക്റ്റ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കണം. ഫെസ്റ്റിവൽസിന് അയച്ചിട്ടുണ്ട് എന്തായാലും. ആത്യന്തികമായിട്ട് നോക്കുകയാണെങ്കിൽ സിനിമ മുന്നോട്ട് വയ്ക്കുന്നത്
മാനവികതയുടെ രാഷ്ട്രീയമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ തന്നെയാണോ ചിന്തിച്ചിട്ടുള്ളത്? രാഷ്ട്രീയ പരിപാടി എന്നുള്ള രീതിയിൽ പല പല കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. എനിക്ക് ഞാൻ അറ്റൻഷൻ പ്ലേസ് ആണെങ്കിലും അതിൽ ഉണ്ടാക്കുന്ന സമയത്ത് എനിക്ക് പറയാൻ തോന്നുന്ന കാര്യങ്ങളൊക്കെ പറയുക. ഇതിനൊരു സിനിമ സ്വഭാവം ഉണ്ടോ, ഇതിങ്ങനെ ആവോ, ഇത് ആൾക്കാരെന്ത് വിചാരിക്കും എന്നുള്ള ചിന്തകളൊക്കെ കുറച്ച് കുറവാണെന്ന് തോന്നുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെയ്യുക, എൻ്റെ കൂടെയുള്ളവരോട് പറഞ്ഞ് അവർ കൺവിൻസിങ് ആയി കഴിഞ്ഞാൽ ചെയ്യുക എന്നുള്ളതായിരുന്നു. ഭയങ്കരമായ പൊളിറ്റിക്സ് പരിപാടികൾ എന്നുള്ള രീതിയിലല്ല, പക്ഷെ പറഞ്ഞു വെച്ചേക്കുന്ന കാര്യങ്ങളും കൊണ്ട് നിർത്തുന്ന കാര്യങ്ങളൊക്കെ ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് കൊണ്ട് ചെയ്യുന്ന രീതിയിലേക്കാവണം എന്ന് തോന്നിയിട്ടുണ്ട്. അവസാനം മനുഷ്യൻ്റെ അടിസ്ഥാന വികാരം വിശപ്പാണെന്നുള്ളൊരു സ്ഥലത്താണല്ലോ ഇത് കൊണ്ട് നിർത്തുന്നത്. എന്തുകൊണ്ടാണ് അത് അവിടെ അവസാനിപ്പിച്ചത്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് അവസാനം വിശപ്പിൽ കൊണ്ട് നിർത്തണം എന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല എന്ന് വെച്ചാൽ അതായിരുന്നില്ല എൻ്റെ പ്ലാൻ. സ്ക്രിപ്റ്റ് എഴുതിയ സമയത്തും കുറച്ച് മുന്നോട്ടേക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്തൊന്നും അങ്ങനെ ആയിരുന്നില്ല. ഒരു ഐഡിയ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഏതെങ്കിലും ഒരാളുടെ ഭയങ്കരമായൊരു കഷ്ടപ്പാട് പരിപാടി കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് അവിടെ ഈ ഡയലോഗ്സ് വരണം. ഇത് തന്നെയാണ് സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന കാര്യം തന്നെയാണ്, പക്ഷെ ഇങ്ങനൊരു വിഷ്വൽ ആവണമെന്നായിരുന്നില്ല ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ കുറച്ച് മുന്നോട്ടേക്ക് പോണ സമയത്ത് അത് കുറച്ചും കൂടെ ആദ്യം പുറത്ത് പോയിട്ട് പിന്നെ ഇതിൽ തന്നെ പോയിട്ട് അവിടുന്ന് അതിനൊരു എൻഡിങ് പരിപാടി ചെയ്യാം എന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു. പിന്നെ വെനിയിൽ പോകണമെന്നൊക്കെ പ്രൊഫഷണൽ പറയാനൊക്കെ മടിയായിരുന്നു. വിചാരിച്ചാൽ നമുക്ക് അതിനേക്കാളും നല്ല നമ്മുടെ നാട്ടിലെ കാര്യങ്ങൾ സെറ്റ് ചെയ്യാം എന്ന് വിചാരിച്ച് നമ്മുടെ കൊടുത്ത് ട്രൈബിൻ്റെ അവിടെ പോയിട്ടാണ് കാര്യങ്ങൾ സെറ്റ് ചെയ്തേക്കണം. പിന്നെ നമ്മുടെ ആദിവാസി മേഖലകളിലൊക്കെ എപ്പോഴും നവജാത ശിശുവിൻ്റെ മരണവും പോഷകാഹാരക്കുറവ് പരിപാടിയും കാര്യങ്ങളൊക്കെ ഡെയിലി നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പം അതും അതിൻ്റെ ലാസ്റ്റ് സ്ക്രിപ്റ്റ് എഴുതി കാണിക്കുന്ന സൗണ്ട് കൊച്ചിൻ്റെ കരച്ചിൽ പരിപാടിയും കാര്യങ്ങളൊക്കെ എല്ലാവരുടെ മനസ്സിലും എവിടെയെങ്കിലൊക്കെ ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെയൊക്കെ തോന്നിയപ്പോൾ എനിക്കിതാണ് കുറച്ചും കൂടെ ഈ ഒരു ഇമോഷൻസ് അല്ലാണ്ട് വേറൊരു ഇമോഷൻസും എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല. വിശപ്പ് എന്ന് പറയുന്ന പരിപാടികളല്ല മനുഷ്യർക്കെന്നല്ല എല്ലാ ജീവികൾക്കും മനസ്സിലാവുന്ന കാര്യമാണ്. അതിൻ്റെ മുകളിലേക്ക് ഒരു ഇമോഷൻ പരിപാടി ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. അതാണ് കുറച്ചും കൂടെ സേഫ്. ഇപ്പോൾ അവിടെ കൊണ്ട് നിർത്തി. പിന്നെ പാട്ടെഴുത്തുണ്ടല്ലേ ഇതിൽ ആ ഫസ്റ്റ് സോങ് എഴുതിയിട്ടുള്ളത്? ഞാൻ വളരെ കാച്ചിങ് ആയിട്ടുള്ള വേർഡ്സാണ്. കുറച്ചേ ഉള്ളെങ്കിലും അത് കാച്ചിങ് ആണ്, ഇങ്ങനെ ഹോണ്ടിങ്ങും ആണ്. കൊളുത്തി വലിക്കുന്നത് പോലെ ഇപ്പോഴും മനസ്സിലിങ്ങനെ കിടക്കുന്നുണ്ട്. ലിറിക്സ് പരിപാടികൾ ഞാൻ ഒരു സമയം വരെ സിനിമയിൽ പാട്ട് പരിപാടിയും കാര്യങ്ങളും എന്തിനാണ് പാട്ട് ഇഷ്ടമല്ല എന്നുള്ളത് ഒരാളുടെ കാലഘട്ടം ചെറുപ്പം മുതൽ അയാൾ വളർന്ന് വലുതാവുന്നത് കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളെ ഹെൽപ്പ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പാട്ട്. എനിക്ക് ഒരു തരത്തിലും സിനിമാ പരിപാടിയുടെ ഇടയിൽ ഒരു പാട്ട് വരുമ്പോൾ എനിക്ക് ആസ്വദിക്കാൻ പറ്റാത്ത രീതിയിലൊരു മനുഷ്യനായിരുന്നു ഒരു സമയം വരെ. പിന്നീട് കുറച്ചുകൂടി സിനിമയെ സീരിയസ് ആയിട്ട് കണ്ട് എഴുത്ത് പരിപാടി കയറിയ സമയം അതിനോടൊരു പാട്ടുണ്ട്, അത് കവർ ചെയ്ത് പോകുന്നുള്ളൊരു ചിന്ത ഒരു എളുപ്പ പരിപാടി എനിക്ക് തന്നെ വന്നു. അപ്പോൾ അതിനുശേഷം ഞാൻ ആ പാട്ടിനെ കുറിച്ച് ശ്രദ്ധിക്കുന്നത് കാര്യങ്ങളൊക്കെ തുടങ്ങി. അതിന് മുമ്പ് ഞാൻ സിനിമ ടി വിയിലോ അല്ലെങ്കിൽ സീരിയലൊക്കെ ഇട്ട് കാണുവാണെങ്കിൽ ഞാൻ അടിച്ചു വിട്ടിട്ടാണ് കണ്ടുകൊണ്ടിരുന്നത്. എനിക്കത് അത്രയും എനിക്ക് ക്ഷമയില്ല. എനിക്ക് മെയിൻ പ്ലേയിലോട്ട് പോകണം എന്നുള്ള കാര്യമാണ്. പിന്നെ കുറച്ചും കൂടി സീരിയസ് ആയ സമയത്ത് പാട്ടുകൾ എങ്ങനെയാണ് ഇതെങ്ങനെ എഴുതുന്ന പരിപാടി കാര്യങ്ങൾ എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയിച്ചു അപ്പോൾ ഒന്ന് എഴുതി നോക്കാമെന്നുള്ളൊരു അത്രേ ഉള്ളൂ. ഇങ്ങനെയല്ല കേട്ടോ, ഭയങ്കര രസമായിട്ട് ലിറിക്സ് പരിപാടിയും കാര്യങ്ങളൊക്കെ എനിക്ക് എൻ്റെ ഒരു പരിപാടിയും കാര്യങ്ങളായതുകൊണ്ടും എനിക്ക് ആരെയും ബോധിപ്പിക്കേണ്ട എന്നുള്ളൊരു കോൺഫിഡൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് ഞാൻ എഴുതിയിട്ട് ടീമിൽ കാണിച്ചാൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അവർക്ക് റെസ്പോൺസ് ഉണ്ടെങ്കിൽ പഠിക്കാം എന്നുള്ളതാണ്. അങ്ങനെ ചെയ്തതാണ്. അല്ലാണ്ട് ഞാൻ പുറത്ത് വേറെ എന്തെങ്കിലും പരിപാടിക്ക് എഴുതാനോ അങ്ങനത്തെ പരിപാടിക്ക് ഞാൻ പോയില്ല, നമുക്ക് പറ്റില്ല. ഞാൻ ടീച്ചറായിരിക്കുന്ന സമയത്ത് ഒരു കുട്ടി എഴുതിയ കവിത വായിച്ചിട്ടുണ്ട്. ആകാശം വെറുതെ പെയ്യുന്ന മഴയ്ക്ക് ആരാണ് വിലയിട്ടതെന്ന്. അതുപോലെ നമ്മുടെ പാട്ടുകളും നിലാവും അല്ലെ വെളിച്ചവും വെള്ളവും എല്ലാം എല്ലാവർക്കും സ്വന്തമാണെന്നുള്ളൊരു വലിയ രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുന്ന ഒരു സിനിമയാണ്. അപ്പം അങ്ങനെ ഒരു സിനിമ ചെയ്തതിന് ഒരുപാട് അഭിനന്ദനങ്ങൾ. അത് കാണാൻ പറ്റിയാലും അതിൻ്റെ ഭാഗമാവാൻ പറ്റിയാലും ഒരുപാട് സന്തോഷം. ഈ സിനിമയിന് ഒരുപാട് മേളകളിൽ പോട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ ഒരുപാട് ഇതുപോലെ നല്ല സിനിമകൾ ചെയ്യാനും ഇതിന് സാധിക്കട്ടെ, അതിനൊക്കെ ഒരുപാട് അംഗീകാരങ്ങൾ കിട്ടട്ടെ, ഈ ഒരു കൂട്ടായ്മ എന്നും നിലനിൽക്കട്ടെ എന്നും ആശംസിക്കുന്നു. കാവ്യജാലകത്തിൽ ഈ ഒരു ഇൻ്റർവ്യൂ എന്നതിന് വളരെ സന്തോഷം. താങ്ക് യു സോ മച്ച്.